നമസ്കാരം. നിത്യജ്യോതിഷത്തിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് 2025 മാർച്ച് മാസം 14-ാം തീയതി 1200-ാം ആണ്ട് കുംഭമാസം 30-ാം തീയതി വെള്ളിയാഴ്ച. ഇന്ന് വെള്ളിയാഴ്ചയാണ്. ഉത്രം നക്ഷത്രമാണ്. പൗർണമിയാണ്. ഇന്ന് പൗർണമി, അതായത് വെളുത്ത വാവ്. വെളുത്ത വാവിൻ്റെ കാര്യം പറയേണ്ടതില്ല. കാരണം സൂര്യചന്ദ്രന്മാരാണ് പ്രപഞ്ചത്തിൻ്റെ പിതാവും മാതാവും. അമ്മയാണ് ചന്ദ്രൻ. ചന്ദ്രൻ ശരിക്കും ഉച്ചത്തിൽ വരുന്ന ഒരേ ഒരു ദിവസമേ ഉള്ളൂ എല്ലാ മാസത്തിലും. അത് പൗർണമി ദിവസമാണ്. ആ ദിവസം അത്രയും ഐശ്വര്യപ്രദമായ ദിവസമാണ്. ഐശ്വര്യഫലങ്ങൾക്ക് ഇടവരുന്ന ദിവസമാണ്. സന്തോഷപ്രദമായ അവസ്ഥകൾക്ക് ഇടവരുന്ന ദിവസമാണ്. അതുകൊണ്ട് ഇന്ന് ചന്ദ്രൻ ഉച്ചത്തിൽ നിൽക്കുന്ന ദിവസമാണ്. അതുകൊണ്ട് എല്ലാ കാര്യങ്ങൾക്കും കൊള്ളാം. ഇന്നത്തെ ദിവസവും അനുകൂലപ്രദമാണ്. ശുക്രൻ്റെ ദിവസം. ശുക്രൻ ശുഭകാര്യങ്ങൾക്ക് സപ്പോർട്ട് ചെയ്യുന്നവനാണ് ശുക്രൻ. പ്രതീക്ഷിക്കാതെ എല്ലാം തരുന്നവനാണ് ശുക്രൻ. ഏറ്റവും കൂടുതൽ സന്തോഷിപ്പിക്കുന്നവനാണ് ശുക്രൻ. അപ്പോൾ ശുക്രൻ്റെ ദിവസം, വെള്ളിയാഴ്ച ദിവസം നമ്മൾ എന്തെങ്കിലും പർച്ചേസ് ചെയ്താൽ പോലും അത് ഒരുപാട് ലാസ്റ്റ് ചെയ്യും. അതുകൊണ്ടാണ് പണ്ടുള്ളവർ ശുക്രൻ്റെ ദിവസം ആർക്കും ഒന്നും എടുത്ത് കൊടുക്കില്ല. കാരണം കൊണ്ടുപോയാൽ അവരങ്ങ് രക്ഷപ്പെട്ടു പോകുമെന്ന് വിചാരിച്ചിട്ടായിരിക്കും. കാരണം അന്ന് നമ്മൾ എന്തെങ്കിലും കൊടുത്താൽ പോലും അവർക്ക് നല്ലതായി വരും. വാങ്ങിയാൽ മാത്രമല്ല, കൊടുത്താലും നല്ലതായി വരും. ഇപ്പോൾ ശുക്രൻ്റെ ദിവസമാണ് ഇന്ന്. അപ്പോൾ ഉത്തര നക്ഷത്രം, കുംഭമാസത്തിലെ ഉത്തര നക്ഷത്രം ബർത്ത്ഡേ ആയിട്ട് വന്നിട്ടുള്ളവർക്ക് ഒരു വർഷത്തെ ഫലത്തെ ചിന്തിക്കുമ്പോൾ ശുക്രൻ്റെ ദിവസമാണ് കിട്ടിയിരിക്കുന്നത്. പൗർണമി ദിവസമാണ് കിട്ടിയിരിക്കുന്നത്. നിങ്ങൾക്ക് എന്തൊക്കെ കഷ്ടകാലം ഉണ്ടെങ്കിൽ പോലും ചന്ദ്രൻ ഉച്ചത്തിൽ നിൽക്കുന്ന ദിവസം, ഏറ്റവും ഐശ്വര്യപ്രദമായ ദിവസം, നിങ്ങൾക്ക് ഈ ഒരു വർഷം വളരെ ഭാഗ്യദായകമായി തീരും. പ്രത്യേകിച്ച് വളരെ സന്തോഷപ്രദമായ അവസ്ഥകൾ വന്നു ചേരും. വിവാഹം നടക്കാത്തവർക്ക് വിവാഹം നടക്കും. വിവാഹ ജീവിതത്തിൽ എന്തെങ്കിലും പ്രശ്നങ്ങളായി നിൽക്കുന്നവർക്ക് പരിഹാരം അല്ലെങ്കിൽ പരിഹരിക്കപ്പെടും. കുടുംബത്തിനകത്ത് വിവാഹം നടക്കണമെന്ന് ആഗ്രഹിച്ചിരിക്കുന്ന മാതാപിതാക്കൾക്കാണ് ബർത്ത്ഡേ ദിവസം വന്നിട്ടുണ്ടെങ്കിൽ കുടുംബത്തിൽ മക്കളെ കല്യാണം, മക്കൾക്ക് സമയം മോശമാണെങ്കിൽ പോലും നടത്തി കൊടുക്കാൻ പറ്റും. ഇങ്ങനെ വളരെ സന്തോഷത്തിന് വഴിതെളിക്കുന്ന സമയമാണ്. വീട് വാങ്ങാനോ വസ്തു മേടിക്കാനോ വാഹനം വാങ്ങാനോ ഒക്കെ ശ്രമിക്കുന്നവർക്കും ഈ സമയം, ഈ വർഷം അനുകൂലപ്രദമാണ്. ഇന്ന് നല്ല ദിവസമാണ്. എല്ലാത്തിനും കൊള്ളാമെന്ന് ഞാൻ പറഞ്ഞെങ്കിൽ പോലും നമുക്ക് ഓരോ യാത്രയ്ക്ക് തിരിക്കുമ്പോൾ രാഹുകാലം നോക്കി നിങ്ങൾ പോകണം. കാരണം തടസ്സം വരാതിരിക്കാൻ. രാഹു എന്ന് പറഞ്ഞാൽ സ്റ്റാർട്ട് ആൻഡ് ട്രബിൾ ഉണ്ടാക്കും. രാഹു എന്ന് പറഞ്ഞാൽ പാമ്പ്. പാമ്പ് ഉണർന്നിരിക്കുന്ന സമയത്ത് യാത്ര തുടങ്ങിയാൽ പാമ്പ് നമ്മളെ ദൃഷ്ടി ചെയ്യും, നമ്മളെ ചുറ്റിക്കും. ഇങ്ങനെ കാര്യങ്ങൾ 3 കിലോമീറ്റർ ഓടിയാലേ 1 കിലോമീറ്റർ എത്തുള്ളൂ. കാരണം കലണ്ടറിൽ 10:30 മണി മുതൽ 12 മണി വരെ എന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ടെങ്കിലും 10:30 തുടങ്ങൂല. 11 മണിക്ക് ശേഷം 11 മണി 4 മിനിറ്റ് തൊട്ട് 12 മണി 34 മിനിറ്റ് വരെയാണ് രാഹുകാല സമയം. ഈ 1.5 മണിക്കൂർ നേരം ഒരു ശുഭകാര്യങ്ങൾക്കും തിരഞ്ഞെടുക്കരുത്. അല്ലെങ്കിൽ പ്രത്യേകിച്ച് യാത്രയ്ക്ക് പാടില്ല. ബാക്കിയുള്ളതൊക്കെ പോയാലും കുഴപ്പമില്ല. ഗ്രന്ഥങ്ങളിൽ യാത്രയ്ക്ക് മാത്രമേ, നിങ്ങൾ യാത്ര ചുറ്റിക്കുമെന്ന് മാത്രമേ ഉള്ളൂ. അതുപോലെ യമകണ്ഠകാല സമയവും ഗുളികകാല സമയവും ഒരു ശുഭകാര്യങ്ങൾക്കും എടുക്കരുത്. അതിൽ ഗുളികകാല സമയം വരുന്നത് 8:05 മുതൽ 9:35 വരെയും യമകണ്ഠകാല സമയം വരുന്നത് 15, അതായത് 3:33 തൊട്ട് 5:02 വരെയും. ഈ സമയം ഒരു ശുഭകാര്യങ്ങൾക്കും തിരഞ്ഞെടുക്കരുത്. അത് ശുഭമായി മാറുകയില്ല. അതുപോലെ ഇന്ന് ഓരോ കാര്യങ്ങൾക്ക് ബാക്കി സമയങ്ങളെല്ലാം കൊള്ളാം. എന്നാൽ അഭിജിത്ത് മുഹൂർത്തം വരുന്നത് 12:10 തൊട്ട് 12:58 വരെ. ഇതിൽ 4 മിനിറ്റ് ഇടയ്ക്ക് കൊള്ളാതെ 44 മിനിറ്റ് നേരം അഭിജിത്ത് മുഹൂർത്തം ഐശ്വര്യപ്രദമായ സമയമാണ്. അതുപോലെ ഇന്നത്തെ ദിവസം ഓരോ കാര്യത്തിന് ഇറങ്ങുമ്പോഴും വസ്ത്രധാരണത്തിന് പ്രാധാന്യം കൊടുക്കുക. റെഡ് കളറോ റെഡ് മിക്സ് ആയിട്ടുള്ളതോ വസ്ത്രധാരണം നടത്തിക്കൊണ്ട് പോകുന്നത് ഭാഗ്യദായകമായി തീരും. അപ്പോൾ പ്രപഞ്ചത്തിൽ നിന്ന് പോസിറ്റീവ് എനർജി നമ്മളിലേക്ക് വലിച്ചെടുക്കാനുള്ള ശക്തി വസ്ത്രത്തിനുണ്ട്. അതുകൊണ്ടാണ് വസ്ത്രധാരണത്തിന് പ്രാധാന്യം കൊടുക്കണേ.
നമ്മൾ കൂടുതൽ പേരും മറ്റ് വസ്ത്രങ്ങളൊക്കെ ധരിച്ച് കുറച്ച് ഭാഗമേ പുറത്ത് പ്രപഞ്ചത്തിന് കാണാൻ പറ്റുള്ളൂ. കാലിലൊക്കെ ആണെങ്കിൽ സോക്സോ ഷൂ ആയിട്ടിരിക്കും, കയ്യിലാണെങ്കിൽ നമ്മൾ കുറച്ച് കയ്യും ഫേസും മാത്രമൊക്കെ വെളിയിൽ കാണാൻ പറ്റുള്ളൂ. അതുകൊണ്ടാണ് വസ്ത്രം നമുക്ക് ഈ പ്രപഞ്ചത്തിൻ്റെ എനർജിയെ നമ്മളിലേക്ക് ആഗിരണം ചെയ്യും. അപ്പോൾ ഇന്നത്തെ ദിവസം എല്ലാവർക്കും നല്ല ഐശ്വര്യപ്രദമായ ദിവസമായി തീരട്ടെ. ചന്ദ്രൻ ഉച്ചത്തിൽ നിൽക്കുന്ന ഈ ദിവസം എല്ലാവർക്കും സൗഭാഗ്യത്തെ പ്രദാനം ചെയ്ത് തരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.